ഹലോ മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ വിത്ത് സുമി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് അതിൻ്റെ സാമ്പിൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൻ്റെ സെപ്പറേറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്നത് ഓരോന്നും എന്താണ് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലാണല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. 20 മാർക്കിനാണ്. ആദ്യം ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, ലാസ്റ്റ് ബയോളജി. അങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിലും 2 മാർക്കിൻ്റെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഫിസിക്സ് നോക്കാം. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ. ചൂസ് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദേ ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് റൈറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന അസെൻഡിങ് ഓർഡർ, അസെൻഡിങ് എന്ന് വെച്ചാൽ ചെറുത് മുതൽ വലുത് വരെയുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്? മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ ആണോ? കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? സി ആണ് കേട്ടോ. മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ ആൻഡ് കിലോമീറ്റർ. Contact and non-contact forces are experienced in various situations. 2 statements related to them are given below. Examine them and choose the correct answer. Okay, അപ്പോൾ non-contact forces നോക്കാം. A mango falls down, leaves way in the wind. A magnet attract iron. Statement 2. Contact forces in example ആണ്. While swimming, water is pushed back. A ball is hit and moves. A nail is hammered with a hammer. Okay, അപ്പോൾ ഇതിൽ കോണ്ടാക്ട് ഫോഴ്സിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് കറക്റ്റ് ആയിട്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് ബി, ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഇമേജ് ഓഫ് സ്കെയിൽ മാർക്ക്ഡ് വിത്ത് യൂണിറ്റ് ലൈക്ക് സെൻറ്റിമീറ്റർ ആൻഡ് ഇഞ്ച്. വാട്ട് ഈസ് മെൻഡ് ബൈ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? എന്താണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ലീസ്റ്റ് കൗണ്ട് ഓൺ ദ സ്കെയിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? മീൻസ് the value of the smallest division on the measuring instrument. Okay, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഫൈൻഡ് ആൻഡ് റൗട്ട് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ സ്കെയിൽ. അപ്പോൾ ഈ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ 0.1 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാം കേട്ടോ. അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ എന്ന് പറയാം, അതല്ലെങ്കിൽ 1 മില്ലിമീറ്റർ എന്നും പറയാം. ഓക്കെ, Grease is usually applied between the rotating part of the vehicle. What is the property of such substance? അപ്പോൾ എന്തിനാണ് ഗ്രീസ് ഈ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സർഫേസ്. ബൈ വാട്ട് നെയിം ആർ ദിസ് സബ്സ്റ്റൻസ് നോൺ? അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രീസിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? കോമൺ ആയിട്ട് ലൂബ്രിക്കൻ്റ് എന്ന് വിളിക്കും അല്ലേ. Friction in vehicle is both useful and harmful at the same time. In what ways does the friction have harmful effect? Give example where friction force is used beneficially in vehicle. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുക്കുകയാണ്. തന്നെ 9th ക്വസ്റ്റ്യൻസ് ആൻസർ. ഓക്കെ, തിക്നെസ് ഓഫ് ദ പേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ലേ, ആ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കെമിസ്ട്രി ആണ് കേട്ടോ. മാച്ച് ദി ഫോളോയിങ്. എലമെൻറ്റും സിമ്പിളും കൊടുത്തിട്ടുണ്ട്. സോഡിയം, കാൽഷ്യം, പൊട്ടാഷ്യം, കോപ്പർ. അപ്പോൾ സോഡിയത്തിൻ്റെ Na, കാൽഷ്യം Ca, പൊട്ടാഷ്യം K, കോപ്പർ Cu ആണ് ശരിയായി വരുന്നത് കേട്ടോ. അപ്പോൾ സോഡിയം Na 1C. അപ്പോൾ C ആണ് കറക്റ്റ് ആൻസർ. 1C, 2D, 3B, 4A. നെക്സ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗിവൺ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 1, ബ്ലാക്കനിങ് ഓഫ് സിൽവർ നൈട്രേറ്റ് കെപ്റ്റ് ഓപ്പൺ ഇൻ എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോട്ടൺ ക്ലോത്ത് സിൽവർ നൈട്രേറ്റിൽ മുക്കിയിട്ട് തുറന്ന സൺലൈറ്റിൽ എക്സ്പോസ് ആക്കിയിട്ട് വെച്ചാൽ അത് പിന്നെ ബ്ലാക്ക് ആവും അല്ലേ. അപ്പോൾ അതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ ലൈറ്റ് എനർജിയാണ് അബ്സോർബ് ചെയ്തത്. അപ്പോൾ അത് ശരിയാണ് അല്ലേ. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. സെക്കൻഡ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് 1. എ ആണ് ശരിയായ ആൻസർ. ഓക്കെ, രണ്ടാമത്തത്
Barium hydroxide was mixed with ammonium chloride. The temperature dropped from 27 degrees Celsius to 21 degree. ഓക്കെ 27ൽ നിന്ന് 21 ഡിഗ്രിയിലേക്ക് കുറഞ്ഞു പോകും. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഗിവൺ എബോവ്? അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് തെർമോ കെമിക്കൽ റിയാക്ഷനാണ്? എൻഡോതെർമിക് ആണ് കേട്ടോ. കാരണം 27ൽ നിന്ന് 21ലേക്ക് കുറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡോതെർമിക് ആണ്. അപ്പോൾ ഇത് കൂടിയിരുന്നെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആയതിനെ. വാട്ട് ഈസ് മെൻഡ് ബൈ തെർമോ കെമിക്കൽ റിയാക്ഷൻ? നമുക്ക് പറയാം തെർമോ കെമിക്കൽ റിയാക്ഷൻ ആർ ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ഡ്യൂരിങ് ദ കെമിക്കൽ റിയാക്ഷൻ. റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് മെൻ്റലി പീരിയോഡിക് ടേബിൾ. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ ഞാൻ ഓൾറെഡി കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നതാണ്. The question, 2 activities are given. Wax is melted in a spoon, burning of a candle. Which of these is a chemical change? അപ്പോൾ ഇതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ച്? വൈ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് എ കെമിക്കൽ ചേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാക്സ് മെൽറ്റഡ് ഇൻ എ സ്പൂണാണ് കെമിക്കൽ ചേഞ്ച് ആയിട്ട് വരുന്നത് കേട്ടോ. കാരണം നമ്മൾ സ്പൂണിൽ വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഫ്ലെയിമും ഹീറ്റും ഒക്കെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കെമിക്കൽ ചേഞ്ച് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 9th ക്വസ്റ്റ്യൻ്റെ ആൻസറും ഞാൻ ഓൾറെഡി മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബയോളജിൻ്റെതാണ് കേട്ടോ. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ദ സയൻറ്റിസ്റ്റ് ജോവാൻ ഓറോ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് നൈട്രജൻ ബേസ് അഡനിൻ. ശരിയാണ് അല്ലേ. ദ അമൈനോ ആസിഡ് ഈസ് എൻ ഓർഗാനിക് മോളിക്യൂൾ ദറ്റ് ഫോംസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, ദാറ്റ് ഓൾസോ റൈറ്റ്. ഇൻ പ്രോകാരിയോട്ടിക് സെൽ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് വിത്ത് എ മെംബ്രെയിൻ ഈസ് സീൻ. പ്രോകാരിയോട്ടിക്കിലാണോ? വെൽ ഡിഫൈൻ ന്യൂക്ലിയസിലല്ല, യൂകാരിയോട്ടിക്കിലാണ് അല്ലേ. അപ്പോൾ അത് റോങ് ആണ്. ദ പ്രിമിറ്റീവ് സെൽ വാസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് സെൽഫ് റെപ്ലിക്കേഷൻ അമൈനോ ആസിഡ് ആൻഡ് എ സറൗണ്ടിങ് ലിപ്പിഡ്. അപ്പോൾ അതും റോങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1 and 2 ആണ് ശരിയായത് കേട്ടോ. ബി 1 and 2 കറക്റ്റ്. 3rd and 4th ഇൻകറക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇനി ചൂസ് ആൻഡ് കറക്റ്റ് ദ ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഓക്കെ, നോക്കിയേ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഏതാണിതിൽ? ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ യൂറിയ, നാനോ ഫെർട്ടിലൈസർ നാനോ ഫോസ്ഫേറ്റ്, ബയോ ഫെർട്ടിലൈസർ റൈസോബിയം, ഓർഗാനിക് ഫെർട്ടിലൈസർ കമ്പോസ്റ്റ്. നെക്സ്റ്റ്, the features of farm newly started by young farmer are given below. Analyze them and answer the following question. ഓക്കെ, അപ്പോൾ ഒരു യങ് ഫാമർ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണെന്ന് പറയണം കേട്ടോ. ഫാമിംഗ് ഈസ് ഡൺ ഓൺ 5 acre ലാൻഡ്. അപ്പോൾ 5 acre ലാൻഡിലാണ് ഈ ഫാമിംഗ് ചെയ്തിട്ടുള്ളത്. ദർ ഈസ് പാഡി കൾട്ടിവേഷൻ ഓൺ 1 side ഓഫ് ദ ഫീൽഡ്. പാഡി എന്ന് വെച്ചാൽ നെൽകൃഷിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സൈഡിൽ. പിന്നെ അബൌട്ട് 50 സെൻറ്റ് അതിൻ്റെ ബാക്കി പകുതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 50 സെൻറ്റിൽ കാറ്റിൽ റിയറിങ്. ഓക്കെ, പശുക്കളെയും ഒക്കെ വളർത്തുമായിരുന്നു. there is a pond at the center of farm and fish farming is done. ഓക്കെ, അപ്പോൾ അതിൽ നടുവിലൊരു പോണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫിഷ് ഫാമിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. നെയിം ദ മെത്തേഡ് ഓഫ് ഫാമിംഗ് മെൻഷൻഡ്. അപ്പോൾ എല്ലാ കൃഷി രീതികളും ഒന്നിച്ച് ചെയ്യുന്നത് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് അല്ലേ. ഹൗ ഡസ് ദിസ് മെത്തേഡ് ഫാമിംഗ് ഹെൽപ്പ് ടു റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്താണ് കാറ്റിൽ ഫീൽഡിലുള്ള വേസ്റ്റ് ഒക്കെ വി ക്യാൻ യൂസ് ആസ് പ്ലാന്റ് ഫെർട്ടിലൈസർ അല്ലേ. പ്ലാന്റ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാന്റ് വേസ്റ്റൊക്കെ നമുക്ക് കാറ്റിൽസിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ടും സാധിക്കും അല്ലേ. ഈ 2 ഫിഗർ കണ്ടില്ലേ, എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ഫിഗർ ആണ് അല്ലേ. ഐഡൻറ്റിഫൈ വിച്ച് എമംഗ് എക്സ് ആൻഡ് വൈ ഈസ് പ്രോകാരിയോട്ടിക് സെൽ. ഇതിലേതാണ് പ്രോകാരിയോട്ടിക് സെൽ? എക്സ് ആണോ വൈ ആണോ? എക്സ് ആണ് അല്ലേ. എക്സ് ആണ് പ്രോകാരിയോട്ടിക് സെൽ. വൈ എനി 3 ഫീച്ചേഴ്സ് യു കൺസിഡർ ഫോർ ഐഡൻറ്റിഫൈങ് ഇറ്റ്. അപ്പോൾ ഇത് എക്സ് പ്രോകാരിയോട്ടിക് സെല്ലാണെന്ന് പറയാനുള്ള കാരണം ഒരു 3 ഫീച്ചേഴ്സ് പറയാനാണ്. ബിക്കോസ് നമുക്കറിയാം പ്രോകാരിയോട്ടിക് സെൽ എന്തില്ല? നോ മെംബ്രേനിയസ് കവറിങ് ഇല്ല അല്ലേ. പിന്നെ സെൽസ് ഓർഗനൽസ് ആബ്സെൻ്റ് ആണ്. അതുപോലെ ന്യൂക്ലിയസും ആബ്സെൻ്റ് ആണ്. പിന്നെ യൂകാരിയോട്ടിക്കിൽ ന്യൂക്ലിയസ് പ്രസൻറ്റ് വിത്ത് സെൽ മെംബ്രേനിയസ് കവറിങ് ഉണ്ട്. പിന്നെ സെൽ ഓർഗനൽസ് ഓൾസോ പ്രസൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങളിത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ.
Life originated on the another planet and accidentally reached the earth in the form of microorganism or spores. The accidental combination of chemical in the ocean led to origin of life. അല്ലേ? അപ്പോൾ ഐഡൻറ്റിഫൈ ദ തിയറീസ് പി ആൻഡ് ക്യൂ റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ ദ എർത്ത്. അപ്പോൾ ഏത് തിയറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? രണ്ടിലും പറയുന്നത് ഒന്നാമത്തത് പിയിൽ പറയുന്നത് പാൻസ്പെർമിയ തിയറിയാണ് അല്ലേ? രണ്ടാമത്തതിൽ അപ്പോൾ ക്യൂ റിലേറ്റഡ് ടു ദ കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് അല്ലേ? വിച്ച് ഓഫ് ദീസ് തിയറി ഹാസ് ഗെയിൻ മോർ ആക്സെപ്റ്റൻസ് ഇൻ ദ സയൻറ്റിഫിക് വേൾഡ് ആൻഡ് വൈ? അപ്പോൾ ഇതിൽ ഏത് തിയറിക്കാണ് മോർ സയൻറ്റിഫിക് ആക്സെപ്റ്റൻസ് കിട്ടിയത് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതിനാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറിക്കാണ് മോർ ആക്സെപ്റ്റൻസ് കിട്ടിയത് അല്ലേ? The chemical evolution theory has gained more acceptance and has strong evidence-based support to origin of life. Observe the illustration and answer the following question. അപ്പോൾ യൂറോ മില്ലറിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്ട് വാസ് ദ എയിം ഓഫ് സെറ്റിംഗ് അപ്പ് എക്സ്പെരിമെൻ്റൽ apparatus shown in the illustration? Why were methane, ammonia, hydrogen and water vapor used in this experiment? Which organic compound was formed from these gases എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളത് നോക്കുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.